എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. തുടരും, ജിംഖാന, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഗുഡ് ബൈ അങ്കിൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്താണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് നെറ്റ്ഫ്ലിക്സിൽ ഗുഡ് ബൈ അങ്കിളിയുടെ OTT റിലീസ്. മലയാളം വെർഷനും ഇന്ന് തന്നെ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. മുകേഷ് ഉർവശി, ധ്യാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം 18-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജാക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്. നെറ്റ്ഫ്ലിക്സിലാണ് ഇന്ന് രാത്രി ജാക്കിന്റെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പെരുമാനി സ്വന്തമാക്കിയത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ആമസോൺ പ്രൈമാണ് പെരുമാനി സ്വന്തമാക്കിയത്. മെയ് മാസം 28-ന് മുന്നേ പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സൈജു കുറുപ്പാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് അഭിലാഷം സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് അഭിലാഷത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും അഭിലാഷത്തിന്റെ OTT റിലീസ്. സർപ്രൈസ് ആയിട്ടായിരിക്കും അഭിലാഷം വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു റിയൽ സംഭവമാണ് തങ്കമണി എന്ന സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ദിലീപ്, നിത പിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമ സ്വന്തമാക്കിയത്. പക്ഷേ സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഫൂട്ടേജ് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 20-ന് മുന്നേ ഫൂട്ടേജ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ 8 നിലയിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇറക്കിയ പൈസ പോലും നടികർ സിനിമ തിരിച്ചു പിടിച്ചിട്ടില്ല. അത്രയ്ക്കും സിനിമ ഫ്ലോപ്പായി. നടികർ സിനിമ ഇനി OTTയിൽ കാണാം. ഈ മാസമായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. പക്ഷേ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടില്ല. 2023-ലാണ് വേല ഇറങ്ങിയത്. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ 2 വർഷത്തിന് ശേഷം ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസത്തിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് 30-നുള്ളിൽ വേല സിനിമ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ നായകനായ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ജിംഖാന. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഒരു ബോക്സിംഗ് മൂവിയാണ് ജിംഖാന. അത്യാവശ്യം കോമഡിയും റൊമാൻറ്റിക്കും സിനിമയിലുണ്ട്. ലുക്മാൻ അടക്കം ഒരുപാട് യുവതാരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോവുകയാണ്. മെയ് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരമായിട്ട് ജിംഖാന ആമസോൺ പ്രൈമിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് തുടരും. 150 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല അഭിപ്രായമാണ് തുടരുന്ന സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തുടരുന്ന സിനിമയുടെ OTT സെയിലായിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് തുടരുന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും സ്വന്തമാക്കി. സിനിമ ജൂൺ മാസത്തിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ഹണ്ട് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമ വരുന്നത്. മെയ് മാസം 15-ന് ഹണ്ട് സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഭാവനയാണ് ഹണ്ട് സിനിമ
സിനിമയിലെ നായിക ഷാജി കൈലാസാണ് ഹണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു ഹണ്ട്. പക്ഷേ ഹണ്ട് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. എന്നിട്ടും ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്രയ്ക്കും ഡിമാൻഡാണ് ഹണ്ട് സിനിമയുടെ OTT. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.